പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, വീണ്ടും ഒരു ദിവസം കൂടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തെ ഓർത്ത് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും വലിയ സ്നേഹത്തോടു കൂടെ തന്നെ ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ദൈവ തിരുസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തീർച്ചയായും അത്യുന്നതനായ ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവത്തിന്റെ തിരുനാമത്തിനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും നീക്കുമുണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും തന്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവനും വരുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ദുർഫലമായി ഞങ്ങളുടെ കർത്താവായ മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയമേ, തമ്പുരാനെ പറ്റി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കാരുണ്യനാഥനും പരിശുദ്ധനുമായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയും അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകൾ നീ നന്നായി കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ തെറ്റിപ്പോയ വഴികൾ നിന്റെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. കർത്താവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങളുടെ പാപം ക്ഷമിച്ചു തരികയും ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ഞങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്യണമേ. നിന്റെ കൃപയിലും കരുണയിലും ഞങ്ങളുടെ അകൃത്യങ്ങൾ മോചിച്ചു തരണമേ. ഞങ്ങൾ തിന്മപ്പെട്ട വഴികൾ ഉപേക്ഷിപ്പാനും സർവശക്തനായ ദൈവമേ അങ്ങേ ആരാധിക്കുവാനും കൃപയേകണമേ. അത്യുന്നതനെ നിന്റെ സ്നേഹം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഞങ്ങളുടെ വഴികൾ അനുഗ്രഹത്തിൻ്റെതായി മാറണമേ. ഞങ്ങളുടെ തീരുമാനങ്ങൾ ദൈവേഷ്ടത്തിനൊത്തതായി മാറണമേ. ഞങ്ങളുടെ ജീവിത വഴികൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായി മാറണമേ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സന്ദേശം പകർന്നു നൽകണമേ. ആ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടവരണമേ. കർത്താവേ, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും വേദനകൾക്കും അങ്ങയിൽ നിന്ന് കിട്ടുന്ന സന്ദേശം പരിഹാരമായി മാറണമേ. കർത്താവേ, ഞങ്ങൾ വളരുവാനും അങ്ങയിൽ അനുഗ്രഹമായി തീരുവാനും ഇത് മുഖാന്തരമാകണമേ. കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ലോകം മുഴുവനുമുള്ള അങ്ങയുടെ വചനത്തിന്റെ വ്യാപാരത്തിന് ഞങ്ങളെ ഒരുക്കണമേ, യോഗ്യനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, നിന്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണമേ. നിങ്ങളുടെ സ്നേഹത്തിന് വലിപ്പത്തെങ്കിൽ ഞങ്ങളുടെ പകയും ദേഷ്യവും വിദ്വേഷവും മാറിപ്പോകട്ടെ. കർത്താവേ, അങ്ങയിൽ ഞങ്ങൾ അകന്നു പോയപ്പോൾ ഞങ്ങളിൽ വ്യാപരിച്ചതായ ദുരാത്മാക്കൾ, പിശാചിക ശക്തികൾ ഇപ്പോൾ കർത്താവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. സകല ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കർത്താവേ, ഈ കൂട്ടായ്മയിലിരുന്ന് ഇവിടെ ഇരുന്ന് തിരുവചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഇത് സ്വർഗീയ കൂട്ടായ്മയായി കർത്താവിന് സ്നേഹമുള്ള ഇഷ്ടമുള്ള കുടുംബമായി
ഇത് രൂപാന്തരപ്പെടണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയെങ്കിൽ നിന്റെ കരുണയോടെ ചെവിചായിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളെ നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ എവിടെയൊക്കെയാണോ പരാജയപ്പെട്ടത് അവിടെയെല്ലാം വിജയം കൊയ്യുവാൻ നിന്റെ വലിയ കൃപയ്ക്ക് വേണ്ടി നിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. രചിച്ചു പോകാത്തൊരു ജീവിതത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. സ്തുതിയും സ്തോത്രവും ആരാധനയും സമർപ്പിക്കുന്ന ഒരു ജീവിതമായി ഞങ്ങൾ രൂപാന്തരപ്പെടണമേ. പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവമേ, പതറിപ്പോകാത്ത ജീവിതങ്ങളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ മതിലുകളെ കർത്താവിന്റെ നാമത്തിൽ പ്രതിസന്ധികളെ ചാടിക്കടക്കുന്നവര് ദൈവത്തിന്റെ സാക്ഷികളായി, കർത്താവിന്റെ സൗരഭ്യവാസനയായി, യേശുവിനെ വായിച്ചറിയുന്ന ജീവിതങ്ങളായി രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ തന്നെ വിനയത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആളുകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. വലിയ സന്ദേശം കൊണ്ടും അങ്ങയുടെ ഇടപെടൽ കൊണ്ടും സമൃദ്ധമായി ഈ ശുശ്രൂഷയെ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറഞ്ഞു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ അനുഗ്രഹത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ വ്യാപാരത്തിനുമായിട്ട് സ്തുതി സ്തോത്രം സമർപ്പിക്കുന്നു. ഇപ്പോൾ കർത്താവേ, ഞങ്ങൾ ഏകരും അനാഥരമായി പോയ മേഖലകളിൽ കർത്താവ് ഞങ്ങളുടെ അപ്പനായി, സ്വർഗീയ രാജാവായി അങ്ങ് ഇറങ്ങി വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. സ്നേഹമുള്ള ഞങ്ങളുടെ കർത്താവേ, നിന്റെ സ്നേഹത്തിൽ വളരുവാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. ഞങ്ങൾ തെറ്റിപ്പോയ മാർഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നതിനായി നന്ദി പറയുന്നു. കൃപയ്ക്കും കരുണയ്ക്കുമായി സ്തോത്രം പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ നാവ് അരുതാത്ത വാക്കുകളിൽ പോകാതെ ദൈവിക സംസ്കാരത്തിന്, ദൈവേഷ്യത്തിനൊത്തവണ്ണം കൂടുതൽ അനുഗ്രഹമാകുവാൻ, സമ്പന്നമാകുവാൻ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടു പോയിട്ടുണ്ടോ അതെല്ലാം കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹമായി മാറുവാൻ ഇതാ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും എല്ലാ പ്രായത്തിലുള്ളവരെയും യേശുവിന്റെ കരങ്ങൾ ഞങ്ങൾ വിനയത്തോടെ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ സഹായിച്ചതിനും നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനുമായി നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. അവർ അവനോട്, അബ്രാഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞതിന് യേശു അവരോട്, നിങ്ങൾ അബ്രാഹാമിന് മക്കളെങ്കിൽ അബ്രാഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ അബ്രാഹാം ചെയ്തില്ലല്ലോ. നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കിൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായ കൊണ്ടത്രേ നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. പ്രിയപ്പെട്ടവരെ, യേശുവും അവിടെ കൂടിയിരുന്ന യേശുവിനെ എതിർക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു വലിയ സംവാദത്തിന്റെ രംഗമാണ് വായിച്ചത്. ഇവിടെ യേശുക്രിസ്തു രാജ്യത്തിന്റെ സുവിശേഷം പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ നിലകൊള്ളുമ്പോൾ, ആരെയും ചലിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള തിരുവചനം ഉദ്ഘോഷിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ, അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ജനസമൂഹം അവിടെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് യേശുവിനെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? പ്രഥമമായി അവരുടെ കാര്യം ഒരടിസ്ഥാനപ്പെട്ടതായ ചില ചിന്തകളും നടപടിക്രമങ്ങളും മാറ്റം വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് യേശുവിനെ ഉൾക്കൊള്ളാൻ പറ്റാതിരുന്ന ഒരു കാരണം. പലപ്പോഴും നമ്മുടെ ജീവിതവുമായി ഇതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ സമാനമായ അനുഭവങ്ങളാണ് ഉണ്ടാകാറ്.
എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ കർത്താവിലേക്ക് തിരിയാത്തത് എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ലഭിക്കുന്ന ഉത്തരവും ഇത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം തുടരുന്ന സ്വഭാവ രീതികളിൽ വ്യതിയാനം വരുത്തുവാനോ വന്നു കാണാനോ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും, പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കാനും സുവിശേഷത്തിനും ദൈവവചനത്തോടും ഒക്കെ ചേർന്ന് വരുന്നത്? അതിന്റെ പിന്നാലെ ഒരു ഉത്തരമാണ് നിഴലിച്ചു നിൽക്കുന്നത്. അവരുടെ ജീവിത രീതികളിൽ അവർക്ക് സ്വയമായി പ്രവർത്തിക്കാൻ കഴിയാതെ വലിയ രോഗങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഭാരങ്ങളോ പൈശാചിക ശക്തികളോ അങ്ങനെയുള്ള അവരെ തകർക്കുന്നതായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുന്നത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾ ഇപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. അവരുടെ ജീവിതത്തിന്റെ ഗതികൾ ഒരു വ്യത്യാസവും കൂടാതെ അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം നടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ ദൈവത്തിന്റെ അടുത്തേക്ക് വരാൻ സാധ്യത നന്നേ കുറവായിരുന്നു. ജീവിത ഗതികളിൽ വലിയ മാറ്റം വന്നതാണ് വരാൻ കാരണം. പലപ്പോഴും പ്രതിസന്ധികളും വേദനകളും ബുദ്ധിമുട്ടുകളും ഇല്ല എങ്കിൽ ഇവിടെ വായിച്ച ഈ കൂട്ടരായ ആളുകളോടൊപ്പം തന്നെ നാമും ദൈവ കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നവരും നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന ഇപ്പോൾ നിലകൊള്ളുന്ന ജീവിതശൈലിയെ മാറ്റാൻ ഇഷ്ടപ്പെടാതെ നിൽക്കുന്നവരുമായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ശാന്തമായി ചിന്തിച്ചു നോക്കുക. എന്താണ് ന്യായമായ കാര്യം? എന്താണ് ശരിയായ കാര്യം? എന്താണ് നാം ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ഉത്തരങ്ങൾ ഇന്ന് സ്വർഗസ്ഥനായ ദൈവം നമുക്ക് നൽകും. ഇവരുടെ പാരമ്പര്യങ്ങളും ഇവരുടെ ചിന്തകളും മാറ്റം വരുത്തുവാൻ ഇവർക്ക് താല്പര്യമില്ലെന്ന് മാത്രമല്ല, ഇവർ യേശുവിനോട് തർക്കിക്കുകയും വാദിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ അബ്രാഹാമിന്റെ മക്കളാണ് എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെയും, യേശു അവരോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ അബ്രാഹാമിന്റെ മക്കൾ എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ അബ്രാഹാം ചെയ്തില്ലല്ലോ, നിങ്ങൾ എന്നെ കൊല്ലുവാനായിട്ട് നോക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ കൈക്കൊള്ളാതെ ഉപദ്രവിക്കാൻ നോക്കുന്നു. നിങ്ങൾ അബ്രാഹാമിന്റെ മക്കളല്ല എന്ന് പറയുന്നു. യഥാർത്ഥമായി ഒരു ദൈവവൈതലിനെ നമുക്കവിടെ കാണാനായിട്ട് സാധ്യമാകും. ഒരു ദൈവത്തിന്റെ പൈതല് എവിടെയെങ്കിലും ഒരു ആത്മീയ ശുശ്രൂഷയുടെ അടുത്തേക്ക് ചെന്നാല് അദ്ദേഹം ദൈവത്താൽ അനുഗ്രഹീതനാണെങ്കിൽ അല്ലെങ്കിൽ ദൈവവിളിയിൽ പൂർത്തീകരിക്കപ്പെട്ടവനാണെങ്കിൽ അദ്ദേഹം നടത്തപ്പെടുന്നത് ക്രിസ്തുവിലേക്കായിരിക്കും. ഈ കൂട്ടായ്മയാണെങ്കിലും ഏത് സഭയാണെങ്കിലും അതിനോടടുത്ത് ഒരു വ്യക്തി ചെല്ലുമ്പോൾ അവർ നയിക്കപ്പെടേണ്ടതും പെടുന്നതും ക്രിസ്തുവിലേക്കാണ്. ലോകത്ത് ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടതായ സഭകൾ, കൂട്ടായ്മകൾ, ഇവയെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത് ഈ കാര്യമാണ്. കാരണം ഇവയെല്ലാം നിയന്ത്രിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്. പരിശുദ്ധാത്മാവ് ഒരു കാര്യമാണ് എപ്പോഴും ഇച്ഛിക്കുന്നത്: പുത്രനെ മഹത്വപ്പെടുത്തുക, യേശു ക്രിസ്തുവിനെ ഉയർത്തുക. ഇത് മാത്രമാണ് പരിശുദ്ധാത്മാവ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആര് തന്നെ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടതായ സഭയോടോ ആത്മീക ശുശ്രൂഷകളോടോ അടുത്തു വരുമ്പോൾ അവർ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുകയാണ്. എന്നാൽ ഒന്ന് ശാന്തമായി ചിന്തിച്ചു നോക്കുക. ഞാനും നിങ്ങളും ഇങ്ങനെയുള്ള ആത്മീയ കൂട്ടായ്മകളിലേക്കും സഭകളിലേക്കും ചെല്ലുമ്പോൾ നമ്മെ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുന്നില്ല എങ്കിൽ അതിന്റെ പിന്നില് നാം തന്നെയാണ് ഉത്തരവാദികൾ എന്ന് ഓർത്തുകൊള്ളുക. മറ്റൊന്നുമല്ല, ഇവർ പറയുന്നു ഞങ്ങൾ അബ്രാഹാമിന്റെ മക്കളാണ്, അബ്രാഹാം ചെയ്യാത്തതായ തിന്മകൾ ഇവർ ചെയ്യുന്നു. നാം സഭയോടോ കൂട്ടായ്മയോടോ അടുത്തു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഇതിന്റെ അംഗങ്ങളെന്ന് പറയുകയും മറിച്ച് നന്മയുടെ കാര്യങ്ങൾ, നല്ല ആശയങ്ങളും ചിന്തകളും ഉപേക്ഷിച്ച് കളയുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രതിസന്ധിക്ക് ഉത്തരം നാം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ലഭിക്കുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾ
കൂടി വരുമ്പോൾ, അല്ലെങ്കിൽ ശ്ലീഹ പറഞ്ഞതുപോലെ, നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യവും, നിങ്ങൾ പറയുന്ന ഏത് വാക്കും, നിങ്ങളുടെ ഏത് പ്രവൃത്തികളും ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ നാമത്തിൽ, ക്രിസ്തുവിനോട് ചേർന്ന് ചെയ്യുവാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം യഥാസ്ഥാനപ്പെടുകയും ശരിയാകുകയും ബലപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം ഈ കർത്താവിനെ ഉൾക്കൊള്ളാതെ, കർത്താവിനെ മാത്രം നാം സ്വീകരിക്കുന്നില്ല. വാക്കുകളിലല്ല, ജീവിതത്തിൽ പ്രധാന സ്ഥാനം കർത്താവിന് കൊടുക്കണം. യേശുക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. സ്വർഗം സന്തോഷിക്കുന്നത് ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കുമ്പോഴാണ്. പ്രവൃത്തികളിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ രഹസ്യങ്ങളിലെല്ലാം കർത്താവിന് വാല്യൂ കൊടുക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. അപ്പൊ കർത്താവിന് വാല്യൂ കൊടുക്കുക എന്നതാണ് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം. എന്താണ് പ്രിയപ്പെട്ടവരെ? നാം തെറ്റിപ്പോകുന്ന കൂട്ടത്തിൽ ആകാതിരിപ്പാൻ, നന്മയുടെ വൃന്ദത്തിൽ ആകുവാൻ, ദൈവപ്രസാദമുള്ളവരായി മാറുവാൻ, ജീവിതം ശരിയായ രീതിയിൽ എത്തുവാൻ നാം ക്രിസ്തുവിന് വാല്യൂ കൊടുക്കുക. ആ കൂട്ടരായ ആളുകള്, യഹൂദജനം, അവർ ചെയ്തത് യേശുക്രിസ്തുവിനെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, യേശുവിനെ ക്രൂശിക്കാൻ കൂടെ, അല്ലെങ്കിൽ കൊല്ലുവാൻ കൂടെ ശ്രമിക്കുകയാണ്. അവിടെ നിന്നാണ് ഈ സംവാദം ആരംഭിക്കുന്നത്. ഇവിടെ ഒരു തുടർന്ന് താഴോട്ട് വരുമ്പോൾ യേശു വളരെ വ്യക്തമായ രീതിയിൽ അവരോട് പറയുന്നുണ്ട്, എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സിലായി കൊണ്ടത്രേ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടുത്ത സന്ദേശം നമുക്ക് ലഭിക്കുന്നത്, ആദ്യം പറഞ്ഞില്ലേ, കൂട്ടായ്മയിലും സഭയിലും ചേർന്ന് വരുമ്പോൾ യേശു ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് എല്ലാം പ്രവർത്തിക്കണമെന്ന്. അതിനോട് ചേർത്ത് വെച്ച് തന്നെ നമുക്കിപ്പോൾ ഇവിടെ പറയാൻ കഴിയുകയാണ്, പ്രിയപ്പെട്ടവരെ, നാം ആദ്യം ചെയ്യേണ്ടത് തിരുവചനം വായിക്കുകയും തിരുവചനം ശ്രദ്ധിക്കുകയും അത് പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വചനം കേൾക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടുന്നത്. വചനം പ്രസംഗത്തിലൂടെ മാത്രമല്ല, പ്രവൃത്തികളിലൂടെയും വ്യാപരിക്കുന്നു. പ്രത്യേകിച്ച് അപ്പോസ്തോലിക സഭകളിൽ പ്രസംഗം പ്രവൃത്തി രൂപേണ അവതരിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ ഭാഗമായും അതുപോലെ തന്നെ ചലനാത്മകമായ രീതികളിൽ പ്രസംഗങ്ങൾ അത് രഹസ്യമായും പരസ്യമായും വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം, അവിടെ ക്വസ്റ്റ്യൻ ഞാൻ എവിടെ എന്ത് എന്നുള്ളതല്ല, ഞാൻ ഓരോ നിമിഷത്തിലും ദൈവവചനത്തിന് വാല്യൂ കൊടുക്കുന്നുണ്ടോ? ദൈവം സംസാരിക്കുന്ന വാക്കുകൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടോ? പ്രാർത്ഥനയാണെങ്കിലും പ്രാർത്ഥനയിൽ ധാരാളം വചനങ്ങളുണ്ടല്ലോ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വചനങ്ങൾ തന്നെയാണെന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവവചനം വായിക്കാനും ധ്യാനിക്കാനും കഴിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതാണ് ആദ്യമായി നാം ചോദിക്കേണ്ടത്. തിരുവചനത്തെ നാം അതിദാഹത്തോടെ സ്വീകരിക്കുമ്പോൾ നാം പോലും അറിയാതെ നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുകയും മറ്റൊന്നായി അനുഗ്രഹപാത്രമായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു പറയുന്നു, നിങ്ങൾ എന്റെ വചനം കേൾക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രതിസന്ധികളും നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻസ് എല്ലാം വരുന്നത്. സ്നേഹബുദ്ധിയെ, ഞാനും നിങ്ങളും ഇന്ന് എടുക്കേണ്ട ഏറ്റവും ഉന്നതമായ തീരുമാനം, എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ അങ്ങയുടെ വചനത്തെ ഒരു നാളും ഉപേക്ഷിക്കില്ല. അങ്ങയുടെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും, എന്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. ഞാൻ ഒരു നാളും അങ്ങയുടെ ജീവനുള്ള വചനത്തെ ഉപേക്ഷിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തീരുമാനം ഇന്ന് നിങ്ങൾ ഓരോരുത്തരും എടുക്കുമോ? ഇങ്ങനെ തീരുമാനം എടുക്കുന്നവർ ആത്മീയമായി വളരുക തന്നെ ചെയ്യും. അവരുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും രൂപാന്തരപ്പെടുന്നതും അനുഗ്രഹിക്കപ്പെടുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുകയാണ്. മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ തിരുവചനം കേൾപ്പാൻ, എന്നെ അംഗീകരിപ്പാൻ, എന്നെ അയച്ച പിതാവിനെ അംഗീകരിപ്പാൻ, ദൈവരാജ്യത്തിന്റെ തുറന്ന സാധ്യതകളെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തത്? നിങ്ങൾ പാരമ്പര്യം അല്ലെങ്കിൽ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തിന്മ പ്രവർത്തിച്ചിരിക്കുന്നു.
നിങ്ങൾക്ക് തിന്മ പ്രവർത്തിക്കുവാൻ, നിങ്ങൾക്ക് അനീതി പ്രവർത്തിക്കുവാൻ നിങ്ങൾ പിതാക്കന്മാരെ കൂട്ടുപിടിക്കുന്നുവോ? അരുത്, അങ്ങനെ പ്രവർത്തിച്ചുകൂടാ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തിരുവചനം പഠിപ്പിച്ച് വിശ്വാസത്തിൽ ഉറപ്പിച്ച വിശുദ്ധരായ ആളുകളുടെ പാത പിന്തുടരുകയാണ്. അവർ കാണിച്ചു തന്ന മാർഗത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയാണ്. ജീവിത വഴികളിൽ അവൻ ഒന്നാം സ്ഥാനം കൊടുത്ത് അവനെ ആരാധിച്ച് മഹത്വീകരിച്ച് മുന്നോട്ട് പോകുകയാണ് വേണ്ടത്. നോക്കുകേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വചനം കേൾക്കാത്തതും പിറുപിറുക്കുന്നതും കൊലപാതക ചിന്തയിൽ പോകുന്നതും പാരമ്പര്യത്തിന്റെ പേരിൽ പാപം ചെയ്യുന്നതും? ഒരൊറ്റ കാര്യമാണ് യേശു പറയുന്നത്. അത് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. യേശു പറയുകയാണ്, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കളാകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കേൾക്കാനും അംഗീകരിക്കാനും പറ്റാത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കളാകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയാത്തത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പിശാച് ആദ്യം മുതലേ ചതിയനും കള്ളം പറയുന്നവനുമാണെന്ന് വ്യക്തമാക്കുന്നു. പിശാചിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യർ ദൈവികമായിരിക്കുന്ന വലയത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ്. ദൈവവലയത്തിലേക്ക് ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തുന്നത് ദൈവവും മനുഷ്യനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിപ്രധാനമായ ബന്ധമായ തിരുവചനത്തിലൂടെയാണ്. വചനമെന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ അനുഭവം ലോകം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ വലിയ കൃപയിലും കരുണയിലും ആ വലിയ സാന്നിധ്യത്തിലും ഒരു മനുഷ്യൻ അകപ്പെട്ടാൽ അവൻ അനുഗ്രഹിക്കപ്പെടുന്ന മനുഷ്യനായി നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെട്ട് ഉയരുന്നത് നമുക്കെല്ലാവർക്കും കാണുവാനായിട്ട് സാധ്യമാവുകയാണ്. ദൈവത്തിന്റെ സ്തുതി, കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, ഓർക്കുക, യേശു വന്നത് ഈ ചതിയനായ പിശാചിൽ നിന്ന് ജനത്തെ വിടുവിച്ച് സ്വതന്ത്രമാക്കാനാണ്. അതുകൊണ്ട് മൂന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒന്നാമതായി പ്രിയപ്പെട്ടവരെ പറഞ്ഞതുപോലെ ദൈവ തിരുസന്നിധിയില് ദൈവത്തിന്റെ അടുത്തേക്ക് അടുത്തു ചെന്ന് ദൈവത്തിന് അല്ലെങ്കിൽ പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികൾ ചെയ്യാനായിട്ട് സാധിക്കാത്തവരാകരുത്. രണ്ട്, ദൈവത്തിന്റെ വചനത്തെ കേൾക്കുമ്പോൾ അതിന് ഇടവരുത്തുകയാണ്. മൂന്ന്, ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാൻ തടസ്സമായി നിലകൊള്ളുന്ന കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് ഇത് എപ്പോൾ കേൾക്കുന്നുവോ മാറിപ്പോകുന്നതായി നിങ്ങൾ കാണുക. പിശാചിന്റെ മക്കളായതുകൊണ്ടാണ് ആദ്യത്തെ രണ്ട് കാര്യങ്ങൾക്ക് നാം വിധേയപ്പെട്ടു പോകാത്തത്. പിശാചിന്റെ മക്കളിൽ നിന്ന് പിതാവേ എന്ന് വിളിക്കുവാൻ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി മാറ്റുവാൻ യേശു നമുക്ക് വേണ്ടി പ്രാണൻ വെച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ പൈശാചിക ശക്തിക്ക് അടിമപ്പെട്ടു പോയാൽ അവന് ക്രിസ്തു ബന്ധത്തിലേക്ക് വരുവാനോ ദൈവത്തെ ഉയർത്തുവാനോ ഒരു രീതിയിലും കഴിയുന്നതല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ഡെലിവറൻസിന് വേണ്ടി ഞാൻ നിങ്ങളും ആഗ്രഹിക്കുക. ലോകത്തിന്റെ തിന്മകളോട്, പാപങ്ങളോട്, അശുദ്ധിയോട്, അന്ധകാരത്തോട്, ദുഷ്ടതയോടൊക്കെ നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ പിശാചിന്റേതാണ്. ദുരാത്മാക്കൾ അധികാരപ്പെടാൻ ഓരോ ശരീരങ്ങളെയും അവകാശം പറയുന്നു. ലോകം മുഴുവനുമുള്ള സകല ആളുകളെയും പിശാച് തന്റെ ദൂതന്മാരുടെ വലയത്തിലേക്ക് ചേർത്ത് കെട്ടുമ്പോൾ ഇവിടെ കർത്താവിൽ ആശ്രയിക്കുകയും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവൻ സ്വതന്ത്രനായി മാറുകയാണ്. അതുകൊണ്ട് യേശുവിനെ കർത്താവ് എന്ന് പറയാനും ഹൃദയം കൊണ്ടത് വിശ്വസിക്കാനും അത് ഏറ്റു പറയാനും കർത്താവിന്റെ വചനത്തെ സ്നേഹിക്കുവാനും ഒരു ആത്മീയ ജീവിതം നയിക്കുവാനും ഒരു വലിയ ഡെലിവറൻസ് ആവശ്യമാണ്. പൈശാചികമായ ശക്തിയിൽ നിന്നുള്ള വിടുതല് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവഹിതമായാൽ ഇപ്പോൾ അത് സംഭവിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിലും അവന്റെ വലിയ ശക്തിയിലും പരമയാഗത്തിലും ക്രൂശിൽ പിടാസകനങ്ങളേറ്റ അനുഭവത്തിലും സകല പൈശാചിക ശക്തികളും നമ്മെ വിട്ടുമാറും. നമ്മെ തകർക്കുന്ന, നമ്മെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന, നിരാശയിലും സങ്കടത്തിലും ആഴ്ത്തിക്കളയുന്ന പൈശാചിക ശക്തികൾ അഴിഞ്ഞു മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വതന്ത്രരാകും. ഇതിനെക്കുറിച്ച് പറഞ്ഞത് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാതന്ത്ര്യത്തിന്റെ ഒരു അനുഭവമാണ് യേശു ക്രിസ്തു നമുക്ക് നൽകിയത്. ചോദിക്കുകയാണ്, നിങ്ങളെ ക്രിസ്തു സ്വതന്ത്രമാക്കിയിട്ട് പിന്നെ ആരാണ് നിങ്ങളെ അടിമനിമത്തിന് അകപ്പെടുത്തിയത്? പ്രിയപ്പെട്ടവരെ, പിശാച് ചതിയുടെ രൂപമാണെങ്കിൽ ഇന്ന് ഏത് സമയത്താണത് കേൾക്കുന്നത്?
ആ സമയത്ത് കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ മനസ്സിൽ കുറിച്ചിട്ട് ധ്യാനത്തോടെ ചിന്തിച്ച് ഏറ്റുപറയേണ്ടതായ ഉന്നതമായ വിശ്വാസമാണ്, എന്റെ കർത്താവും എന്റെ രക്ഷിതാവുമായുള്ളോവേ, അങ്ങയുടെ ശക്തമായ അഭിഷേകത്തിൽ എന്നിൽ നിന്ന് സകല പൈശാചിക ബാധകളും വിട്ടുമാറാൻ ഇടവരണം. സാമ്പത്തികമായ മേഖലകളിൽ വ്യാപരിച്ചിരിക്കുന്ന ദുരാത്മാക്കൾ, ജോലി മേഖലയിൽ വ്യാപരിച്ചിരിക്കുന്ന ദുരാത്മാക്കൾ, ആരോഗ്യ മേഖലയിൽ വ്യാപരിച്ചിരിക്കുന്ന ദുരാത്മാക്കൾ, ലൈംഗിക ജീവിതത്തിൽ ലൈംഗികമായ അനുഭവങ്ങളിൽ വ്യാപരിച്ചിരിക്കുന്ന ദുരാത്മാക്കൾ, മോഷണം, കൊലപാതകം, ഇതുപോലെയുള്ള എല്ലാ പാപങ്ങളും നമ്മുടെ ജീവിതത്തോട് ബന്ധിപ്പിക്കുന്ന ദുരാത്മാക്കൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് മനസ്സിൽ നിന്ന് വിട്ടുപോയി. ഞാനും നിങ്ങളും ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി, അനുഗ്രഹത്തിന്റെ മക്കളായി, വിശുദ്ധിയുടെ മക്കളായി, കൃപയുടെ മക്കളായി, തേജസ്സുള്ളവരായി, ദൈവത്തെ പിൻപറ്റുന്നവരായി, സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നവരായി മാറുവാൻ ഈ സമയം കാരണമാകുകയാണ്. ഇതാ നമ്മുടെ കർത്താവ് നമ്മുടെ അരികിൽ വന്നിട്ടുണ്ട്. ആരൊക്കെയാണോ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്, എന്റെ നാഥ, എന്നെ നീ നിന്റെ മകനായി മകളായി രൂപാന്തരപ്പെടുത്തണമേ, നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പകരണമേ, ഞാൻ ശക്തനും ബലമുള്ളവനുമായി മാറണമേ, കൃപയുള്ളവനും ശ്രേഷ്ഠനുമായി മാറണമേ, വഴിയും സത്യവും ജീവനുമാകുന്ന നിന്നെ പിൻപറ്റുവാൻ എന്നെ ബലപ്പെടുത്തണമേ, എന്റെ മേൽ നിന്റെ തൃക്കൈ വെക്കണമേ, എന്നെ നീ മാനസാന്തരപ്പെടുത്തണമേ, പാപജീവിതത്തോടെ യാത്ര പറയുവാൻ ദൈവമേ, അപ്പാ അങ്ങേ അബ്ബാ പിതാവ് എന്ന് വിളിച്ച് പുത്രത്തിന്റെ ആത്മാവിൽ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ, ദൈവകൃപയിൽ വളരുവാൻ, സന്തോഷമുള്ളവനായി ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെയും കുടുംബത്തെയും ദൈവം ഒരു നാളും തള്ളിക്കളയുന്നില്ലല്ലോ. വിശ്വസ്തനായ ദൈവത്തിന് മുമ്പാകെ ശിരസ്സുകൾ നമിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഇപ്പോൾ അങ്ങയുടെ ദുരുസ്ഥനതയെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ വിലയേറിയ നാമത്തിൽ അങ്ങയുടെ ശക്തിയാൽ സകല പൈശാചിക ബന്ധനങ്ങളും ഇപ്പോൾ പൊട്ടപ്പെട്ടു പോകട്ടെ, സകല പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ, കുടുംബങ്ങൾ നവീകരിക്കപ്പെടട്ടെ, ജീവിതങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ, വഴിയും സത്യവും ജീവനുമാകുന്ന കർത്താവിനെ ആത്മാവിലും സത്യത്തിലും എപ്പോഴും ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ, ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ബലമേകണമേ, വചനം പഠിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ, ആത്മീയ ജീവിതത്തിന്റെ അനുഗ്രഹത്തിലേക്ക് ഞങ്ങൾ നടത്തണമേ. എവിടെയൊക്കെയാണോ ഞങ്ങൾ തോറ്റുപോയത് അവിടെയെല്ലാം ഞങ്ങൾക്ക് ജയം പകർന്നു നൽകണമേ, എവിടെയൊക്കെയാണ് ഞങ്ങൾ വീണുപോയത് അവിടെയെല്ലാം ഞങ്ങൾ എഴുന്നേൽപ്പിക്കണമേ, ഞങ്ങൾ എവിടെയൊക്കെയാണോ സങ്കടപ്പെട്ടു പോകുന്നത് അവിടെയെല്ലാം ഞങ്ങൾക്ക് സന്തോഷം നൽകണമേ, ഞങ്ങളുടെ കുടുംബങ്ങൾ നവീകരിക്കപ്പെടണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹീതമാകണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമാകണമേ, ഞങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലകൾ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ശുശ്രൂഷയിരിക്കുന്ന എല്ലാവരും ദൈവത്താൽ, ദൈവജനത്താൽ, ദൈവിക ശുശ്രൂഷയാൽ ഏറെ കൃപയോടെ വളരുവാനും വർദ്ധിതമാകുവാനും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ നന്മകൾ കൊണ്ട് ഞങ്ങൾ സമ്പന്നരാക്കണമേ, സ്വർഗീയമായ തേജസ് കൊണ്ട് ഞങ്ങൾ സമ്പന്നരാക്കണമേ, വിശുദ്ധിയുടെ വഴിയിലൂടെ ഞങ്ങൾ നടത്തണമേ, അന്ധകാരത്തിന്റെ മാർഗത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ, ലോകത്തിന്റെ അധിപതിയായ പിശാചിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ, വചനം പറയാനുള്ള ധൈര്യവും ശക്തിയും ബലവും നൽകണമേ, പൈശാചിക ശക്തികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ആവശ്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം കർത്താവിന്റെ പുനകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥാ, നീ ഞങ്ങളെ വഴി നടത്തി അനുഗ്രഹിക്കണമേ, സ്വർഗ്ഗം ഞങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടണമേ, ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ വലിയ സംബന്ധത ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനും കൃപയുള്ളവരുമായി രൂപാന്തരപ്പെടണമേ. ഇപ്പോൾ സ്വർഗം അനുഗ്രഹമായി വ്യാപരിക്കുന്നതിനും വ്യാപരിച്ചതിനും നന്ദി പറയുന്നു. ദൈവമേ, നിന്റെ സ്നേഹത്തിനും കരുതലിനുമായി സ്തോത്രം പറയുന്നു. ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ വലിയ സമ്മതത്തിന് നന്ദി പറയുന്നു. ആത്മാവിന്റെ വലിയ വ്യാപാരത്തിന് നന്ദി പറയുന്നു. ഓരോ കുടുംബങ്ങളും, ഓരോ ജീവിതങ്ങളും, ഓരോ വ്യക്തികളും അവരുടെ എല്ലാ മേഖലകളിലും പ്രാർത്ഥനാ വിഷയങ്ങളിലും കർത്താവിന്റെ നാമത്തിൽ കർത്താവിനോട് ചേർന്ന് ശക്തിയെ സ്വീകരിച്ച് ബലപ്പെടുവാൻ ഇതാ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഈ ശുശ്രൂഷ, ഈ മിനിസ്ട്രിയെ സ്നേഹിക്കുകയും അവരുടെ സമ്പാദ്യത്തിന്റെ ഓഫറിംഗ്സ് സമർപ്പിക്കുകയും ചെയ്യുന്ന ഓരോ കുടുംബങ്ങളെയും സ്വർഗം വാഴ്ത്തണമേ. ഹല്ലേലൂയ. കൂടുതൽ ആളുകൾക്ക് ചെയ്യുവാനുള്ള ഭാഗ്യവും കൃപയും അനുഗ്രഹവും എല്ലാം കൊടുത്ത് കർത്താവ് അവരെ ആത്മീയമായി വളർത്തി അവരുടെ ജീവിതത്തിന്റെ വഴികളെ നേരെയാക്കി ആശ്വസിപ്പിച്ച് അനുഗ്രഹിച്ച് വർദ്ധിതമാക്കി ദൈവികമായ അനുഗ്രഹത്തിൽ പ്രബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ തേജസ് കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും നിറച്ചു നിർത്തി നന്ദി പറയുന്നു. യേശുവിന്റെ ശരീരത്തിൽ
ശരീരത്തിലേക്കും യേശുവിന്റെ രക്തത്തിലേക്ക് യേശുവിന്റെ മരണത്തിലേക്കും യേശുവിന്റെ ഉയർപ്പിലേക്കും സ്വർഗാരോഹണത്തിലേക്കും പിതാവിന്റെ സന്നിധിയിലുള്ള മഹത്വത്തിലേക്കും വ്യാപൃതമാകുന്ന ദൈവകൃപയിലേക്കും ആ മഹത്വത്തിന്റെ ഉന്നതിയിലേക്കും ഞങ്ങളെ ചേർത്ത് പിടിച്ച് വർദ്ധിച്ച് അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിനെ ആമീൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ നിങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. ദുർബലമായ കർത്താവായ ശ്മശീഹ വാഴ്ത്തപ്പെട്ടവനാവുന്ന മാതാവായ വിശുദ്ധ വർത്തവരെ തമ്പുരാനെ പറ്റി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമേത് ദൈവം തമ്പുരാനുടെ വീഴ്ചയുള്ളണമേ. ആമീൻ. കർത്താവിൽ സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമേ, എല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. നാളെ വൈകുന്നേരവും 8:30 മണിക്ക്, എല്ലാ ദിവസവും വൈകുന്നേരം 8:30 മണിക്കുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.